ഇവിടെ ഇന്ന് അർസസ് എന്ന് പറയുന്ന രോഗത്തിനുള്ള മരുന്നാണ് തയ്യാറാക്കുന്നത്. ഇത് കഷായവും ശർക്കരയും ഒക്കെ കൂടി ചേർത്താണ് കഴിക്കുന്നത്. അടുത്ത് പശുവും പാലാണ് ഒഴിക്കുന്നത്. ഇത് കഷായം, ശർക്കരപ്പാവ്, പശുവും പാല് ഇത്രയും ചേർന്നാണ് ഒഴിക്കുന്നത്. ഇത് പറ്റി വരുമ്പോഴാണ് അടുത്ത് വേറെ മരുന്നുകൾ ചെയ്യുന്നത്. ഇത് പാവ് തിളച്ചില്ല, തിളയ്ക്കാറായി വരുന്നേ ഉള്ളൂ. പാവാകുമ്പോൾ ഇതെല്ലാം പറ്റി. കാട്ടുചേനയിലായിരിക്കും, അല്ലെങ്കിൽ കൊടുവേലിയിലായിരിക്കും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാവാണ്. പാവ് പരുവായിക്കൊണ്ട് വരെയാണ്. ലേഖ്യത്തിൻ്റെ പാവ് റെഡിയായി. മരുന്ന് വിതറിക്കൊടുക്കുകയാണ്. കക്കരി പരുവാണ് അർസസിന്. കൊടുവേലി കക്കരി ലേഹ്യം, കൊടുവേലി കക്കരി ലേഹ്യം. ഇതാ കണ്ടല്ല, ലേഹ്യം ആവില്ല, ഇങ്ങനെ കിടക്കുള്ളൂ ഉരുണ്ടിരുന്നു. പക്ഷെ ഇതിൻ്റെ പേര് കൊടുവേലി കക്കരി ലേഹ്യം. പക്ഷെ ഇത് രോഗത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു ചെയ്ത് വെച്ച് കൊടുപ്പ് പ്രയോഗമില്ല.
രോഗി വരുമ്പോൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇവിടുത്തെ രീതി. ഇത് മറിയിരിക്കും രോഗം മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എത്ര വലിയ അർസസ് 40 കൊല്ലം 50 വർഷം 20 വർഷം 30 വർഷം എത്ര പഴക്കമുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇനി മലദ്വാരം പുറത്തായാലും പ്രശ്നമില്ല. അത് മരുന്ന് തിന്നണതനുസരിച്ച് ഉള്ളാണിയും പുറത്താണിയും വിലക്കണനുസരിച്ച് മലദ്വാരം ബാക്കിലോട്ട് വലിയും, അകത്തോട്ട്. അതാണ് മരുന്ന്. അല്ല കെട്ടും ഓപ്പറേഷനും ഒന്നും ഇല്ല, വെറും മരുന്നേ ഉള്ളൂ. രോഗത്തിന് മരുന്ന്, ദോഷത്തിന് പരിഹാരം. ഇത് രണ്ടും അല്ലാതെ പ്രകൃതിയിൽ വേറെ ഒന്നുമില്ല.